നമ്മൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച ഹോട്ടലാണിത്. നമ്മൾ താമസിച്ചതാ കുറച്ച് മുന്നോട്ട് പോകണം. ഇപ്പം സമയം 11:30 അടുത്ത്. നമ്മൾ ലോഡ്ജ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഞാനത് കാണിച്ചു തരാം. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പം സൗണ്ടിൻ്റെ പ്രശ്നം വന്നിരുന്നു. മാത്രമല്ല ട്രാവൽ വ്ളോഗ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും നമ്മളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സിൻ്റെ പരിമിതി കൊണ്ടും എല്ലാം കൊണ്ടും സൗണ്ടിൻ്റെ വിഷയം വന്നു. അതുകൊണ്ടിപ്പം വോയിസ് ഓവർ കൊടുത്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മളങ്ങനെ അഹമ്മദാബാദിലെത്തി. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. കണ്ടില്ലേ, പ്ലാറ്റ്ഫോമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 4:50 അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിരുന്നത്. പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചു. ഗീഘാട്ട മാർക്കറ്റ്, അഹമ്മദാബാദിലെ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഓട്ടോയിൽ പോയി. പിന്നെ ഞങ്ങളിവിടെ പർച്ചേസിനൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഓട്ടോയിൽ കയറുന്നതിന് മുന്നേ അവരോട് എത്ര ചാർജ് ആവുമെന്ന് ചോദിക്കുക. ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാക്സിമം പേശിയിട്ട് ഡീലാക്കുക, അല്ലെങ്കിൽ അവർ നല്ല ചാമ്പും. മഹാരാഷ്ട്രയിൽ നമുക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. മഹാരാഷ്ട്രയിൽ മീറ്റർ ചാർജ് ആയിരുന്നു. അതുപോലെ തന്നെ റൂം എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ഒരു ലോഡ്ജ് കയറി റൂമിൻ്റെ റേറ്റ് ചോദിച്ച് അത് അതുപോലെ തന്നെ കൊടുക്കരുത്. നിങ്ങൾക്ക് റൂം കണ്ടാലൊരു റേറ്റ് മതിപ്പുണ്ടാവുമല്ലോ, അത് കൊടുക്കുക. അല്ലാതെ ഓവർ റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അവർ നല്ല റേറ്റ് ആയിരിക്കും പറയുക. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ഉള്ളൊരു നല്ലൊരു ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ, അതിന് കുറച്ചുകൂടി കൂടുതൽ സൗകര്യം കിട്ടുന്നൊരു ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. പറ്റുകയാണെങ്കിൽ അവിടെ ഞാൻ ഷൂട്ട് ചെയ്യാം. ഇപ്പം ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാനത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. വലിയ സ്റ്റേഷനാണ്. മാത്രമല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീന്. നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു ഫീലിംഗ് അതന്നെ. കരിപ്പൂർ എയർപോർട്ടിൽ കണ്ടോ, പുറത്ത് കണ്ടോ വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നത്? ശരിക്കും അതേ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ കൊറോണേൻ്റെ സിറ്റുവേഷനാണ്. മാത്രമല്ല പുലർച്ചെ 4:50. തിരക്ക് കണ്ടില്ല? ഇവിടുത്തെ നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് കരിപ്പൂർ എയർപോർട്ടിലല്ല, അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ്. സ്റ്റേഷൻ ഇറങ്ങി നമ്മൾ പുറത്ത് കടക്കുമ്പോൾ തന്നെ ഓട്ടോക്കാരൊക്കെ നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോകും. ഓരോരുത്തർ പ്രത്യേകമായിട്ട് ക്ഷണിക്കും, നല്ല റേറ്റും പറയും. ഇത് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗീഘാട്ട മാർക്കറ്റിലേക്കുള്ള ഓട്ടോ കിട്ടും. ശരിക്കും 30 രൂപേൻ്റെ ഓട്ടോയേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്രേൻ്റെ ഓട്ടോയേ ഉള്ളൂ. 150-100 ആയിരിക്കും പറയുക. ഞാനതാ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നതും കണ്ടു. അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ യാത്രക്കാർ വന്ന് ഈ ട്രെയിൻ ഇറങ്ങി അവരെ കൂട്ടാൻ വന്നതാണ്. ഇവർ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട്. കറക്റ്റ് ആ ഒരു എയർപോർട്ടിൻ്റെ ഫീൽ തന്നെ. നമ്മൾ ആ ഗീഘാട്ട മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റൂം എടുത്തിരുന്നത്. പക്ഷേ അത് വൻ പരാജയം റൂം. നമ്മൾ പുറത്തിറങ്ങി ഇപ്പോൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. ഒരു 10-11 മണിയോടുകൂടി അടുക്കുന്നു. ഇത് ലക്കി എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. ഇവിടെ മുന്നേ മലയാളീൻ്റെ ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ നോക്കുമ്പം മലപ്പുറക്കാരനായിട്ടുള്ള ഒരാൾ ഇവിടെ ഇളനീര് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇളനീർ വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ട് ഈ റോഡ് സൈഡിലുള്ള. നമുക്കൊരു വീഡിയോ എല്ലാം താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മൂപ്പര് ഷൂട്ട് ചെയ്യാൻ. നമ്മളങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്തു. മസാല ദോശക്ക് ഓർഡർ ചെയ്തു. ഇത് മുന്നേ ഒരു മലയാളീൻ്റെ ഹോട്ടലാണെന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ മലപ്പുറക്കാരനായിട്ടുള്ളൊരു ഇളനീര് കച്ചവടക്കാരനുണ്ടെന്ന്. മൂപ്പർ പറഞ്ഞത് ഇതൊരു മലയാളിയുടെ ഹോട്ടലായിരുന്നു. ഇപ്പം ഇവരാണ് നടത്തുന്നത്. ഇപ്പം ഇവിടെയുള്ള ആളാണ് നടത്തുന്നത്. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണിത്. കണ്ടില്ലേ, ഹോട്ടലിൻ്റെ നടുക്കൊരു മരം, പിന്നെ ഫുള്ള് കവറുകൾ. 1-2 അല്ല, ഒരുപാട് കവറുകളുണ്ട്. കണ്ടില്ലേ, വാഷ് ബേസിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ടൊരു മരമുണ്ട്. ഇവിടെയൊക്കെ കബറുകളാണ്. ഞാൻ ഈ ഹോട്ടലിലുള്ള ആളുകളോട് ചോദിച്ചു ഇതാരാണ്, എങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. 400-500 വർഷം മുന്നേയുള്ള കബറുകളാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാ ടേബിളിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ 4 കബറുണ്ട്. ഇവിടെ ഹോട്ടലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കൗതുകമല്ലേ ഇത് കാണുമ്പോൾ.
ഇതവിടെ ഒരു മരം, വലിയൊരു മരം മുകളിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. നമ്മളിപ്പം ഗീക്കാട്ട മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ്, ടീഷർട്ട്, മെൻസിൻ്റെ റെഡിമെയ്ഡ്സാണ് കൂടുതലും. പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ചോളി, ലഹങ്ക അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന വേറൊരു മാർക്കറ്റാണ്. എന്തായാലും നമുക്ക് മാർക്കറ്റുകളൊക്കെ ഒന്ന് പഠിക്കണം. ഏതൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഏതാണ്, അതൊക്കെ നമുക്ക് പഠിച്ചിട്ടേ പറഞ്ഞുതരാൻ പറ്റും. ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ്. നമ്മൾ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാക്സിമം നമ്മളെന്താ പറയുക, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മാർക്കറ്റ് എക്സ്പ്ലോറിങ് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും വരും, കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 9-8 ദിവസമാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്രയും ദിവസം കൊണ്ട് കുറച്ച് ട്രാവൽ വ്ലോഗ് ഇതെല്ലാം കൂടി കവർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിലെ മലാഡ് നിന്ന് ബൊരുവാളിലേക്ക് ഓട്ടോ പിടിച്ചു. ഓട്ടോക്കൊരു 90 രൂപ എങ്ങാണ്ടായത്, 85 രൂപ. പിന്നെ അവിടുന്ന് 9:30-9:30 ട്രെയിന്. 9:30 വിട്ടു. ഇവിടെ അഹമ്മദാബാദ് ജംഗ്ഷനിൽ 4:50 കൂടി നമ്മളിവിടെ എത്തി. 4:50 ആയിരിക്കും നമ്മളിവിടെ എത്തുമ്പോൾ. പിന്നെ ഇവിടെ മാർക്കറ്റിലേക്ക്, നമ്മൾ ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഇല്ല, കഷ്ടി 2.5 കിലോമീറ്റർ ഉള്ളൂ. അത്രയേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്ക്. ഓട്ടോക്ക് നമ്മൾക്ക് ചാർജ് വന്നത് 100 രൂപ. അത് നിങ്ങൾക്ക് പേശിക്കഴിഞ്ഞാൽ അതിലും കുറച്ചിട്ട് കിട്ടും. പിന്നെ അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആ പൈസ തന്നെ കൊടുത്തേച്ച്. നമ്മൾ പേശാനോ നിന്നില്ല. നമ്മുടെ റൂമിന് റെൻറ്റ് വന്നത് 800 രൂപ. അത്യാവശ്യം കുഴപ്പമില്ല. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ബൊരുവാളിയിൽ നിന്ന് ഒരുവിധ എല്ലാ സ്ഥലത്തേക്കും, അത് വലിയൊരു സ്റ്റേഷനാണ്, അവിടുന്ന് ഒരുവിധ എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കോഴിക്കോട് നിന്ന് അഹമ്മദാബാദിലേക്കുണ്ട്. നമ്മൾ മഹാരാഷ്ട്ര പോയി വന്നതുകൊണ്ടാണ്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവർ അത് കാണുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാണ്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബിൽഡിംഗ് ഒക്കെ കണ്ട, പഴയ ബിൽഡിങ്. നമ്മളങ്ങനെ അഹമ്മദാബാദ് മാർക്കറ്റിൽ പോയി ഇപ്പോൾ തിരിച്ചുള്ള വരവാണ്. നമ്മളിപ്പോൾ ഗീക്കാട്ട മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ കൂടുതലും ഷർട്ട്, ജീൻസ് അങ്ങനെയുള്ള റെഡിമെയ്ഡ്സാണ് കൂടുതലും. ഇതിവിടുത്തെ ഒരു ജംഗ്ഷനാണ്. നല്ല വീതിയുള്ള റോഡൊക്കെ നല്ല കണ്ടീഷനാണ്. റോഡൊക്കെ ഉഷാറാണ്, കുഴപ്പമില്ല. നമുക്കെന്തായാലും തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ പ്രാവുകൾ കണ്ടില്ല, കൂട്ടമായിട്ട് വരുന്നു. നല്ല രസം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ റൂം എടുത്തപ്പം പരാജയമായിരുന്നു. ഫസ്റ്റ് നമ്മൾ റൂം എടുത്തപ്പം ചെറിയൊരു പണി കിട്ടി. 800 രൂപയാണ് റൂമിൻ്റെ റേറ്റ്. പക്ഷെ അത് പോരാ. പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലോ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ലോഡ്ജ്, അത് കുഴപ്പമില്ല, നല്ല ലോഡ്ജാണ്. ഞാനവിടെ പറ്റുമെങ്കിൽ ഞാനവിടുത്തെ റൂമിൻ്റെ ഒക്കെ ഒരു വിഷ്വൽസ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. എല്ലാവരും അലോഡ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാനത് ഒരു സംശയം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇവിടെ വന്നപ്പം എടുത്ത റൂമിലേക്കാണ്. ഇനി അത് ചേഞ്ച് ചെയ്യണം.
വരുന്ന വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് 2-3 ഹോൾസെയിൽ ഡീലർമാരെ പരിചയപ്പെടുത്തി തരും. 2-3 മാർക്കറ്റുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ നോക്കട്ടെ, എല്ലാവരും പെർമിഷൻ തരികയാണെങ്കിൽ മാക്സിമം ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടി വരും. കുറഞ്ഞ സമയമാണ്, അതുകൊണ്ടാണ് നമുക്ക് വലിയ റെൻ്റൊന്നും കൊടുത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനില്ല. കണ്ടില്ലേ പ്രാവുകൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത്? ഇത് ജംഗ്ഷൻ്റെ സൈഡിലാണ്. മുപ്പരാന്ന് തോന്നുന്നു അതിനെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അതിനെന്തായാലും എന്താ പറയുക, ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ മാർക്കറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡൽഹിക്ക് പോകണം. ഡൽഹി പോയാൽ ഹോൾസെയിൽ മാർക്കറ്റ് എക്സ്പ്ലോർ പ്ലസ് ട്രാവൽ രണ്ടും കൂടി നമ്മൾ ചെയ്യും. ഞാൻ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്യാതെ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു കച്ചറയൊക്കെ ഉണ്ട്, ചെറിയൊരു ഭാഗം. എന്തായാലും ശരി, പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.